അഭിഷേക് ശർമ്മ ആവട്ടെ വയറിൻ്റെ പ്രശ്നവും പനിയും ഒക്കെയായി ബന്ധപ്പെട്ട് അതിൽ നിന്നൊക്കെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അതായത് ആദ്യത്തെ മത്സരം USA-ക്കെതിരെ കളിച്ചു, അന്ന് ഡക്കായി. അതിനുശേഷം നമീബിയക്കെതിരെ മത്സരത്തിൽ കളിക്കാൻ സാധിക്കാത്തത് ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ്. പക്ഷെ അതിനുശേഷം റിക്കവറായി വന്ന അഭിഷേക് ശർമ്മയും പൂർണ്ണ ആരോഗ്യവാനായി ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. അതിനുശേഷമുള്ള 2 മത്സരങ്ങളിലും, അതായത് പാകിസ്ഥാനെതിരെയും നെതർലൻഡ്സിനെതിരെയും ഒരു റൺ പോലും എടുക്കാതിരുന്ന അഭിഷേക് ശർമ്മ കഴിഞ്ഞ ദിവസം സൂപ്പർ 8-ൽ തട്ടിയും മുട്ടിയും ഒരു 15 റൺ എടുത്തു. കഗീസോ റബാഡയ്ക്കെതിരെ ഒരു ഊപ്പർ കട്ട് 6 അടിച്ചിട്ട് പോലും ഒരു കോൺഫിഡൻസ് ലെവൽ മീറ്ററും കൂടാതിരുന്ന അഭിഷേക് ശർമ്മയെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നത്. അഭിഷേക് ശർമ്മ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇനി തിലക് വർമ്മയിലേക്ക് വരാം. ന്യൂസിലൻഡ് സീരീസിൽ തിലക് വർമ്മയെ കളിപ്പിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് പരിക്ക് മൂലം തിലക് വർമ്മ കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. വളരെയധികം വേദനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന തിലക് വർമ്മയെ അങ്ങ് റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ന്യൂസിലൻഡ് സീരീസിൽ തിലക് വർമ്മയെ പരീക്ഷിക്കാതിരിക്കുകയും വേൾഡ് കപ്പിലേക്ക് ഞങ്ങൾ റിസർവ് ചെയ്ത് വെക്കുകയാണ് തിലക് വർമ്മയും എന്നതുകൊണ്ടാണ്. പക്ഷേ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോഴേക്കും ഒരു റൺ കൺവേർഷനും തിലക് വർമ്മയ്ക്ക് സാധിക്കുന്നില്ല. സ്ട്രൈക്ക് റേറ്റ് 100 അല്ലെങ്കിൽ 100 താഴെ, ബൗണ്ടറി കൺവേർഷൻ റേറ്റ് ഇല്ല, ഓടുകയെടുക്കുന്നതെല്ലാം സിംഗിളും ഡബിളും, ബൗണ്ടറീസ് തീരെ കുറവ്, ഒരു ഇന്നറ്റ് 3 പ്ലെയറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ തിലക് വർമ്മയിൽ നിന്നും കിട്ടുന്നതുമില്ല. അങ്ങനെ അവസരം കൊടുത്ത് അവസാനം സൂപ്പർ 8-ൽ വരെ അവസരം കൊടുത്തു. സൂപ്പർ 8-ൽ എത്തി നിൽക്കുന്ന സമയത്ത് തിലക് വർമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്നറിയാവോ? ഈ റൺ കൺവേർഷൻ ആയിരുന്നു. അതായത് പന്തുകൾ കൂടുതൽ എടുക്കുന്നു എന്നുള്ള വിമർശനം സോഷ്യൽ മീഡിയയിലും ടീം മാനേജ്മെൻറ്റിലും ഉൾപ്പെടെ തിലക് വർമ്മയ്ക്ക് നേരെ ഉയർന്നിരുന്നു. അപ്പോൾ അതിന് പകരമായി തിലക് വർമ്മ ചെയ്യാൻ ശ്രമിച്ചത് 2ാം പന്തിൽ തന്നെ ഇറങ്ങി അടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇറങ്ങി അടിക്കാൻ ശ്രമിച്ച് കീപ്പർ ക്യാച്ച് ക്വിൻ്റൻ ഡി കോക്കിൻ്റെ കൈകളിലേക്ക് ഭദ്രമായി തിലക് വർമ്മയെ അടിച്ചിട്ടതിന് ശേഷം ഒരു റിവ്യൂവും കൂടി എടുത്തു. എൻ്റെ ബാറ്റിൽ തൊട്ടിട്ടില്ല എന്നൊരു കള്ളവും കൂടെ തിലക് വർമ്മ അങ്ങ് കാച്ചി ഉള്ള ആ റിവ്യൂവും കൂടെ അങ്ങ് കളഞ്ഞു കുളിച്ചതിന് ശേഷമാണ് തിലക് വർമ്മ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരികെ മടങ്ങിയത്. അതൊന്നും ഇന്ത്യൻ ടീമിന് അത്രയങ്ങോട്ട് സൂചിച്ചിട്ടില്ല. കാരണം സൂര്യകുമാർ യാദവ് ഈ മത്സരത്തിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് തിലക് വർമ്മ ഗംഭീരമായി തിരിച്ചു വരുമെന്നത്. അഭിഷേക് ശർമ്മയ്ക്ക് എതിരെ എറിയാൻ പോകുന്ന ഓപ്പോസിഷനെയാണ് എനിക്ക് പേടിയെന്നതും സൂര്യകുമാർ യാദവ് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഈ 2 പ്ലേയേഴ്സിൽ ഒരാൾ അടുത്ത മത്സരത്തിൽ സിംബാബ്വേക്കെതിരായ മത്സരത്തിൽ ചെന്നൈയിൽ കളിക്കില്ല എന്നതും വ്യക്തമാണ്. ഇനി സഞ്ജു സാംസൺ ആണ് വരുന്നതെങ്കിൽ ചെന്നൈ സ്റ്റേഡിയം, MA ചിദംബരം സ്റ്റേഡിയം സഞ്ജു സാംസന്റെ ഹോം ഗ്രൗണ്ടായിട്ട് മാറാൻ പോകുന്ന സ്റ്റേഡിയമാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് സഞ്ജു ഇത്തവണ IPL കളിക്കാൻ പോകുന്നത്. 14 മത്സരങ്ങളിലും സഞ്ജു ഉണ്ടാവും. ഹോം ഗ്രൗണ്ട് ചിദംബരം സ്റ്റേഡിയം ആയിരിക്കാം. തമിഴ്നാട്ടിൽ ഇലക്ഷനൊക്കെ പ്രഖ്യാപിക്കുന്ന സമയം അല്ലെങ്കിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ തന്നെ ആയിരിക്കും മത്സരങ്ങൾ പൂർണ്ണമായും നടക്കാൻ പോകുന്നത് എന്നതും വ്യക്തമാണ്. അല്ലാത്ത പക്ഷം ഈ ഗ്രൗണ്ടിൽ തന്നെ സഞ്ജു ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സഞ്ജുവിന് ഈ ഗ്രൗണ്ട് കൃത്യമായിട്ട് അറിയാം, ബാക്കിയുള്ള താരങ്ങളെ പോലെ തന്നെ. അതുകൊണ്ട് സഞ്ജുവിന് കൃത്യമായിട്ട് തന്നെ അവസരം മുതലാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു.